കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരത്തെ മുതൽ, അതായത് ഈ റോഡ് അരികിൽ വെച്ചേക്കുന്ന ഫ്ലെക്സുകൾ, അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കർശന നിലപാടെടുത്തു. കാരണം അനധികൃതമായിട്ട് ഫ്ലെക്സുകൾ വെക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്, രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. പണ്ടൊക്കെ ആളുകൾ ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് വന്നു, ഒന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാവ് കൂടെ പോകും. നേതാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അയാൾ നേതാവാകുന്നത്. കൂടെ പോകും, അയാൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ പറയും, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങളിലെല്ലാം കയറി ഇടപെടും. അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നടക്കും. അതായിരുന്നു, അങ്ങനെയാണ് ഒരു നേതാവ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നേതാവ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാണ്? ഈ പല്ലും കിരിച്ച്, ഇവനൊക്കെ പണ്ട് പല്ല് വെളി കാണിക്കാറില്ല, ഇപ്പൊ പല്ലുമൊക്കെ കിരിച്ച് എത്രയും കോന്തപ്പല്ലുണ്ടോ അത് അത്രയും വലിയ കാര്യം. കാരണം അവന് ഊർത്തിരിക്കും, എടുത്തങ്ങോട്ട് വെക്കും. പിന്നെ അതുപോലെ യുവ നേതാവ്, ഈ യുവ നേതാവുകൾ ഉണ്ടായി വരുന്നതെല്ലാം ഫ്ലെക്സ് ബോർഡിലൂടെയാണ്. കാരണം കുറെ നാളെ ഇവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവൻ ഏതാണ്ട് നമ്മുടെ ഒരാളാണെന്ന്. അങ്ങനെ വരും. ഇപ്പൊ സിനിമയിലൊക്കെ തന്നെ ആളുകൾ വരാൻ നേരത്തെ ചിലപ്പോൾ നോക്കുമ്പോൾ ഇയാളെ കാണാൻ വലിയ ഗുണമില്ല എന്ന് പറയും. പക്ഷേ അവനെ ഒരു 3-4 സിനിമ കണ്ടു കഴിഞ്ഞ് ഇച്ചിരി നല്ലതായിട്ട് അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാലോ പിന്നെ ഇയാൾ സുന്ദരനാണ്. ആ രീതിയിലേക്ക് മാറും. അത് മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അത് മുതലെടുത്താണ് ഈ ഫ്ലെക്സ് ബോർഡിനകത്ത് ഈ പല്ലും കിരിച്ചുള്ള പടവും വെച്ചിട്ട് നേതാവാകുന്നത്. ആ രീതിയിൽ നേതാവാകുന്നവരാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരിൽ ഏറെ ഉള്ളത്. അല്ലാതെ ആരും സാമൂഹ്യ സേവനം ഒന്നും നടത്തിയോ അല്ലെങ്കിൽ ആരെയും സമൂഹത്തെ സഹായിച്ചോ ഒന്നും അല്ല നേതാവാകുന്നത്. ഏതായാലും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടതായിരിക്കാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വിധി ഉണ്ടായി. ഇതുപോലെ നിർബന്ധമായിട്ട് ഇതെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു. റിമൂവ് ചെയ്യാത്തതിന് കണ്ടം കോർട്ടലിഷൻ അവസാനം കേസെടുത്തു. അങ്ങനെയൊക്കെ റിമൂവ് ചെയ്തു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ള ബോർഡുകളെല്ലാം എടുത്തു, എല്ലാം കഴിഞ്ഞു. ലോക്കൽ ബോഡീസിന് കർശനമായ നിർദ്ദേശം കൊടുത്തു. ഇത് ഇനി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുമതലയാണ്, അല്ലെങ്കിൽ യു വിൽ ബി പുൾഡ് അപ്പ് എന്നുള്ള ഒരു ഇത് കൂടെ, അന്ത്യശാസനം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ലോക്കൽ ബോഡീസ്, അതായത് അവിടുത്തെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ ഇവരെല്ലാം നടപടിയെടുക്കാൻ തുടങ്ങി. ഇപ്പൊ കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം വരുവാണ്. കൊല്ലത്തെ റോഡ് സൈഡ് മുഴുവൻ ഫ്ലക്സ് ബോർഡുകളാണ്. കൊടിതോരണങ്ങളും അതുപോലെ കൊടി നാട്ടുക, ഇതൊക്കെ അങ്ങ് കയറി നാട്ടുകയാണ്. ഇതാർക്കും പറയാൻ ഒക്കത്തില്ലല്ലോ. ഒന്നും ചോദിക്കാനും പറയാനൊന്നും ആരെയില്ല. കാരണം അവർക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലാണ്. റോഡിനകത്ത് അങ്ങ് സ്റ്റേജ് കിട്ടുക, നടുക്ക് ഇതുപോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആയി, പ്രശ്നങ്ങളായി. ഇപ്പൊ കൊല്ലത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഫ്ലെക്സ് ബോർഡുകളാണ്. അതിനെക്കുറിച്ച് ഹൈക്കോടതിയുടെയൊക്കെ പരാമർശം ഇപ്പോൾ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏതായാലും കൊല്ലം കോർപ്പറേഷൻ, അവരും ഇടതുപക്ഷം ഭരിക്കുന്നതാണ്, പക്ഷെ ഒരു തീരുമാനമെടുത്തു. അവര് ഈ പാർട്ടിക്ക് ഒരു പിഴ ഇട്ടിട്ടുണ്ട്. ഏതാണ്ട് 3,05,000 രൂപയുടെ ഒരു പിഴയിട്ടു. അപ്പൊ ഏതായാലും അത് ഒരു കൈകഴുകി രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിലാണ് ആ ചെയ്തേക്കുന്നത്. കാരണം നടപടിയെടുത്തു എന്ന് കാണിക്കണം. അതിനി ആര് കൊടുക്കും, ആര് വാങ്ങും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് കണക്കില്ല. അപ്പൊ പിഴ കിട്ടണം, അതാണ് കാര്യം. അപ്പൊ നമ്മളതിനെ ഒന്ന് തിരിച്ചറിയണം. അതായത് കോടതിയുള്ള ഉത്തരവുകൾ വരുമ്പോൾ ഇപ്പൊ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്ന് റോഡ് തടയുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള നടപടികൾ വന്നു. വഞ്ചൂരൊക്കെ സ്റ്റേജ് കെട്ടി റോഡിന് അടുക്ക് കെട്ടിയല്ലോ. അത് കഴിഞ്ഞപ്പോൾ കണ്ണൂര് മുഴുവൻ പന്തലം കെട്ടി, ഒരു സ്റ്റേജായിട്ടല്ല, മൊത്തം റോഡിൽ കയറിയിരിക്കാം. എന്നിട്ട് ഞെളിഞ്ഞങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പണ്ട് കിടന്നിട്ടുണ്ട്, ഇനിയും കിടക്കും കേട്ടോ, ഇനിയും കിടക്കാൻ തയ്യാറാണ്. കാരണം ഇത് ആരുടെ കൂടാണ് ഈ യുദ്ധം പ്രഖ്യാപിക്കുന്നതെന്ന് ആലോചിക്കണം. നിങ്ങൾ ജനങ്ങളോടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഈ ജുഡീഷ്യറി അവഹേളിക്കുമ്പോൾ നിങ്ങൾ അവഹേളിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെയാണ്. കാരണം ഈ ജുഡീഷ്യറി കൊടുക്കുന്ന ഓരോ ഉത്തരവുകൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും ഈ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ അത് വരും മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ഹൈക്കോടതി ഇടപെടുന്നത്. അതൊക്കെ വരുന്നുണ്ടേ നിങ്ങൾ ജുഡീഷ്യറി അവഹേളിക്കുമ്പോൾ അത് ഏതാണ്ട് വലിയ കാര്യമായിട്ടാണ് നിങ്ങളുടെ ധാരണ. എന്നിട്ട് പറയുക, ഒരാൾ എന്നിട്ട് ഒരു നേതാവ് പറയുന്ന വർത്തമാനമാണ്. അതാ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് പോലീസ് എനിക്കൊരു നോട്ടീസ് കൊണ്ടു തന്നു. ഈ നോട്ടീസ് കൊടുപ്പിച്ചത് ആരാന്ന് എനിക്കറിയാം, ജുഡീഷ്യറിയാണ്. പിന്നെ ഇവിടെ നിന്ന് ജുഡീഷ്യറി പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ് നോട്ടീസ് കൊടുപ്പിച്ചാണല്ലോ. ശരിയാണ്, കോടതി ഉത്തരവ് പാലിക്കാൻ പോലീസുകാർ ബാധ്യസ്ഥരാണ്. അവർ നോട്ടീസ് കൊടുത്തില്ലെങ്കിൽ അവരെതിരെ കോർട്ടലിഷൻ വരും. അതുകൊണ്ടാണ്, അല്ല ജുഡീഷ്യറി ജയിപ്പിച്ചൊന്നും അല്ലത്. ഇത് എന്നിട്ട് ഞാനത് 4 മടക്കി അങ്ങ് പോക്കറ്റിലിട്ടു എന്ന് പറഞ്ഞാൽ അത് വേറെ വർത്തമാനം പറയുന്നതിന് പകരമാണ്, വേറെ വല്ലയിടത്ത് കൊണ്ട് വെച്ചെന്ന് പറയുന്നതിന് പകരമാണ് ഈ പറയുന്ന. അത്രത്തോളം അവഹേളിക്കുകയാണ് ജുഡീഷ്യറിയെ.
ഇതൊക്കെ ജുഡീഷ്യറിയെ അങ്ങനെ അവഹേളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾ ജനങ്ങളെയാണ് അവഹേളിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയണം. ജനങ്ങളുണ്ടല്ലോ, ഈ അണികൾ, കണ്ണു കാണാത്തവന്മാർ കുറെ പേരുണ്ട്. എന്ത് തോന്നിവാസം നിങ്ങൾ ചെയ്താലും അതിന്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. കാരണം അതിൽ നിന്ന് പറ്റി തിന്നാൻ കുറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ? നിങ്ങൾ എല്ലാവർക്കും അതുപോലെ കൊടുത്തുള്ളൂ. നിങ്ങളുടെ കൂടെ ജോലി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ജോലി കൊടുത്തേക്കും. താൽക്കാലിക നിയമനം എന്നും പറഞ്ഞ് എവിടെങ്കിലും പിൻവാതിലൂടെ കുത്തിക്കയറ്റിട്ട് അവസാനം അത് സ്ഥിരമാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ചെയ്യാറുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരിക്കും ഇതുപോലെ ഈ അണികൾ കുറെ എണ്ണം ഇതിനായിട്ട് കണ്ണു അടച്ച് നിങ്ങളുടെ പുറകെ അങ്ങ് നടക്കും. അത് കണ്ടുകൊണ്ട് വീണ്ടും വീണ്ടും അഹങ്കാരം നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ജുഡീഷ്യറി, അതായത് ഗവൺമെന്റ് ഓർഡർ എന്തെങ്കിലും പാസ്സാക്കുക, അല്ലെങ്കിൽ ജുഡീഷ്യൽ ഡിസിഷൻസ് എന്തെങ്കിലും വരിക, ഇതിനെ മറികടക്കാനുള്ള മാർഗങ്ങളാണ് നിങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്. അതല്ല ചെയ്യേണ്ടത്. ഇതിന് മാന്യത കൊടുക്കണം. ഒരു ഗവൺമെന്റ് ഉത്തരവിനായാലും അല്ലെങ്കിൽ കോടതികളുടെ ഉത്തരവ് പ്രത്യേകിച്ച്, കാരണം കോടതിയുടെ ഉത്തരവിന് ഒരുപാട് സാങ്ക്ടിറ്റി കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അതിന് വലിയ ഒരു വില കൊടുക്കണം. അതിന് പകരം കോടതിയെ എങ്ങനെ അവഹേളിക്കാം എന്നുള്ളതിനകത്ത് നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾക്കൊരു നന്മ ഉണ്ടാകത്തില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു നന്മ ഉണ്ടാകത്തില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവുള്ളൂ. നിങ്ങൾ ജുഡീഷ്യറി അവഹേളിക്കുന്നതിലൂടെ നിങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ വോട്ട് തന്ന് ജയിപ്പിക്കുന്ന ആളുകൾ, അവരെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. ചെയ്യരുത്.